Okay, good morning dear students. നമ്മൾ ഇന്ന് ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്നോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ. എത്നോഗ്രാഫിക് ഇമേജ് നമ്മൾ നേരത്തെ ഐഡിയോളജിക്കൽ ഇമേജ് നമ്മൾ പറഞ്ഞു, പ്ലൂറലിസം ദാറ്റ്സ് അനദർ ഇമേജ്. കുറെ നമ്മൾ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നത് എന്നുള്ള കുറെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. പ്ലൂറലിസം നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. മിസ്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും പ്ലൂറലിസം എന്നുള്ള ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. എസ് എക്ക് ക്വസ്റ്റ്യൻ വരും. പിന്നെ നാഷണലിസത്തിലേക്ക് പോയി, പ്ലൂറലിസത്തിൽ നമ്മൾ നാഷണലിസത്തിലേക്ക് പോയി. നാഷണലിസത്തിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നാഷണലിസത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് അല്ലെ, യൂണിറ്റീസ് ഡൈവേഴ്സിറ്റി എന്നുള്ള, അതായത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള അതിലേക്ക് പോയതും നമ്മള് പിന്നെ ഗാന്ധിജി, അംബേദ്കർ, ഭരണഘടനയിൽ അംബേദ്കർ എന്ന, പിന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ദേശീയഗാനം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് എത്നോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ, അതിൽ എത്നോഗ്രാഫിക് ഇമേജ് എന്നാൽ എന്താണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, വില്ലേജ് ഇന്ത്യ അർത്ഥമാക്കുന്നത് എന്താണ്, കാസ്റ്റ് എന്താണ്, ട്രൈബ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ നമ്മളിതിൽ ഫസ്റ്റ് ഇതില് മിസ് വായിച്ച ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. ഐഡിയോളജിക്കൽ എത്നോഗ്രാഫിക് ഇമേജസ് അല്ലെ. ഇതിൽ ഒബ്ജക്റ്റീവ്സ് നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, യൂണിറ്റി, വില്ലേജ്, കാസ്റ്റ്, ട്രൈബ്സ്, റിലീജിയൻ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദ ഐഡിയ ഓഫ് ഇമേജ് ഹിയർ ഡസ് നോട്ട് നെസസറി റിലേറ്റഡ് ടു something visual and photograph and film captured by a camera, telescope, microscope and other device, or displays a computer of video screen of a geometrical sketch or a map. Another form of data collection, that image. നമ്മൾ ഡാറ്റ കളക്ഷൻസും ഇമേജും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ എത്നോഗ്രാഫിക് ഇമേജ്. വാട്ട് ഈസ് എത്നോഗ്രാഫിക് ഇമേജ്? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എത്നോഗ്രാഫിക് ഇമേജ് റെഫേഴ്സ് ടു എ മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്ക്. ഇറ്റ്സ് എ മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്ക്. അതൊരു മെത്തഡോളജി പ്രകാരം ഉള്ള ഒരു ഫ്രെയിംവർക്കാണ്, ഒരു സ്ട്രാറ്റജിയാണ്. ആൻഡ് വിച്ച് ഈസ് ഡീറ്റെയിൽഡ് പോർട്രേൽ ഓഫ് എ ഫെയിലർ ഓഫ് പോപ്പുലേഷൻ, ഫീച്ചേഴ്സ് ഓഫ് പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യയുടെ സവിശേഷത, കൾച്ചർ, ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ, ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് their ethnogenesis and habitat, and ethnography is the process of documentation the culture of a group from the subject perspectives of ethnography as the percentage of principal data of human societies and culture, and interdisciplinary of character observing within the fold of social cultural branches of anthropology, okay, and sociology, communication studies and social work, and education and folk stories and religious studies and geography, criminology and history and okay. അപ്പൊ ഇതെല്ലാം എത്നോഗ്രാഫി മെത്തഡോളജിക്കൽ എന്താ പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞത് മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്കാണ്. അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു, എന്തൊക്കെയാണ് എത്നോഗ്രാഫിക്കൽ ഇമേജസിൽ ഉൾക്കൊള്ളുന്നത്, എന്തൊക്കെയാണ്? വിച്ച് ഹാവ് ബീൻ അക്കാദമിക് ഡിസ്കോഴ്സ് ആൻഡ് അറ്റംപ്റ്റ് ഓഫ് റിഫോം കണ്ടംപററി, ദാറ്റ് ഈസ് സബ്ജക്ട് ഇൻക്ലൂഡഡ് അല്ലെ. ഇറ്റ്സ് എ കൾച്ചറൽ ബ്രാഞ്ച് ഓഫ് ആന്ത്രോപോളജി. എന്തിനൊക്കെയാണ്? എത്നോഗ്രാഫിക് ഈസ് ദ പ്രസന്റേഷൻ ഓഫ് എംപിരിക്കൽ ഡാറ്റ ഓഫ് ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് കൾച്ചർ. അതായത് ഡാറ്റ കളക്ഷൻ ആണ്. എന്ത് ഡാറ്റ കളക്ഷൻ ആണ്? ഹ്യൂമൻ കൾച്ചേഴ്സിന്റെ ഡാറ്റ കളക്ഷൻ ആണ് എത്നോഗ്രഫി എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആന്ത്രോപോളജി, കൾച്ചറൽ സ്റ്റഡീസ്. ആന്ത്രോപോളജി, കൾച്ചറൽ സ്റ്റഡീസ്, ഓക്കെ, കൾച്ചറൽ സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ, cultural study, education, social work, then next പറഞ്ഞ geography, criminology, history, കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, geography, history, criminology, etc. ഈ കാര്യങ്ങളെല്ലാം എന്തിൽ ഉൾപ്പെട്ടതാണ്? നമ്മുടെ എത്നോഗ്രാഫിക് ഡാറ്റ കളക്ഷൻ. എത്നോഗ്രാഫിക് ഡാറ്റ കളക്ഷൻ എന്നുള്ള ഏരിയയിലേക്ക് നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. എത്നോഗ്രാഫിക് ഡാറ്റ കളക്ഷൻസിൽ ഇത്രയും വിഷയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡഡ് ആയത്. ഓക്കെ,
എത്തനോഗ്രാഫിക് ഇമേജസ് ഇന്ത്യ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ എന്തൊക്കെ എത്തനോഗ്രാഫിക് ഇമേജ്, യൂണിറ്റി, ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് വില്ലേജ്, ആന്ത്രോപോളജി, കൾച്ചറൽ സ്റ്റഡി, എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക്, ജോഗ്രഫി, ഹിസ്റ്ററി, ക്രിമിനോളജി, ഇതെല്ലാം എന്താണ് എത്തനോഗ്രാഫിക് ഇമേജസിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അതൊരു ഡാറ്റ കളക്ഷൻ ആണ്. ഇനി നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ് എത്തനോഗ്രാഫിക് ഇമേജസ് ഓഫ് ഇന്ത്യയില് എന്താണ് നമ്മുടെ ഇന്ത്യൻ ക്രോണോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ ഫോളോയിങ് ഏരിയാസ് ഓഫ് എംഫസൈസിസ് ഇൻ കോമൺ. അതായത് എത്തനോഗ്രാഫിക് ഇമേജസിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയാസ്, ഉൾക്കൊള്ളുന്ന ഏരിയാസ്. എത്തനോഗ്രാഫിക് ഇമേജസിൽ ഉൾക്കൊള്ളുന്ന നെക്സ്റ്റ് ഏരിയയാണ് 1 വില്ലേജ്, 2 കാസ്റ്റ്, 3 ട്രൈബ്, 4 റിലീജിയൻ. ഇത്രയും കാര്യങ്ങൾ കൂടി എന്താണ് കോമൺ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇതും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വില്ലേജ് ഇൻ ഇന്ത്യ, കാസ്റ്റ്, ട്രൈബ്സ്, റിലീജിയൻസ്, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ എല്ലാം എന്താണ് എത്തനോഗ്രാഫിയിലേക്ക് ഉൾക്കൊള്ളുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കാം. ഇന്ത്യ ഇസ് എ യൂണിറ്റി, ഡൈവേഴ്സിറ്റി ഹാസ് ബീൻ വേരിയസ്ലി പോർട്രേഡ്. അല്ലെ, നമുക്കറിയാം, അത് എപ്പോഴും നമുക്ക് എല്ലായിടത്തും നമ്മൾ അറിയുന്ന ഒരു വേർഡാണ് ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. Kashmir to Kanyakumari, India is one. Indian society example is the best case of Indian university. India is a vibrant amalgamation of varied cultural practice, races, ethnic groups. Climate, religion and tradition sanction Indian culture stood for an infinite variety of symbols and rituals. The fine arts are valued in Indian society. The human race, the birthplace of human speech, of mother of history and great grandmother of tradition. Indian culture believes the principles of humanity, tolerance and unity and universal brotherhood. Secularism and close-knit social system, Indian have met their modesty. Okay, Indian beliefs of principle, നമ്മുടെ cultural beliefs of principles എന്തൊക്കെയാണ്? നമ്മുടെ യൂണിറ്റി ഡൈവേഴ്സിറ്റി തന്നെയാണ്. അതിൽ പറഞ്ഞത് ടോളറൻസ്, യൂണിറ്റി, യൂണിവേഴ്സൽ ടോളറൻസ്. നമ്മൾ അന്താരാഷ്ട്രപരമായി നമ്മൾ കോപ്പറേറ്റ് ചെയ്യും അല്ലെ, നമ്മളെല്ലാം കൊണ്ട്. ഇനിയിപ്പോ എന്ത് സെക്ഷൻ, എക്കണോമിക്കലി, സോഷ്യലി, പൊളിറ്റിക്കലി എന്തെടുത്താൽ നമ്മൾ നമ്മൾ അതിലത്രയും ടോളറൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിനിപ്പോ എന്ത് വിദേശ വ്യാപാരമാണെങ്കിലും, ഇന്റർനാഷണൽ ഡിസ്കസ് ആണെങ്കിലും, ഇന്റർനാഷണൽ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്താണെങ്കിലും നമ്മൾ കോപ്പറേഷൻ ലെവലിലേ സംസാരിക്കാറുള്ളൂ. Okay, that is our village in India. എന്താണ് വില്ലേജ്? എ ബുക്ക് entitled വില്ലേജ് ഇന്ത്യ ഓഫ് മാക്കിംഗ് മാരിയറ്റ്. വില്ലേജ് ഇന്ത്യ, ഇറ്റ്സ് എ ബുക്ക് ഓഫ് entitled. അത് ബുക്ക് റിട്ടൺ ബൈ മാക്കിംഗ് മാരിയറ്റ് എന്ന് പറയുന്ന ആളാണ് വില്ലേജ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത്. എത്തനോഗ്രാഫിക് ഇമേജിംഗ് ഓഫ് വില്ലേജ് ഇന്ത്യ എക്സിബിറ്റ് കൺസിസ്റ്റഡ് ഡയമണ്ട്സ് ആസ് വെൽ ആൻഡ് Kathleen Joff did not India as village as well-defined structure and it observes a social consequence of drastic economic changes and the early 19th century British administration described Indian village and Indian republics. They point Indian villages have the simple form of government. Indian village is simple form of government. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സിമ്പിൾ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വില്ലേജ് ആണ്. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള ചെറിയൊരു ഭരണക്രമം, നമുക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റുന്ന ചെറിയ ഭരണക്രമം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വില്ലേജിൽ നിന്നാണ്. ഓക്കെ, കാസ്റ്റ്. Indian society compromised the different social systems in subsystems such as family, jati and village and the different roles of actors of this system. The latter being understood the behavioral terms. നമുക്കറിയാം പലതരം ജാതികൾ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗമാണ് കാസ്റ്റ്. എല്ലാത്തരം കാസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യും. They are thousands of such jati. Thousands, അതായത് എത്രയോ 10,000 കണക്കിന് ജാതി. അത് മതത്തിന്റെ സബ് ഡിവിഷൻ ആണ് ജാതി. ഓക്കെ, അതായത് നമ്മള് എന്താ പറയാ, റിലീജിയൻ ആണ് മതം, കാസ്റ്റ് ആണ് ജാതി. അത് രണ്ടും മാറിപ്പോയത്. റിലീജിയൻ മീൻസ് ഇസ്ലാം, ഹിന്ദു, ബുദ്ധ ആൻഡ് ജൈന, സിഖ്, ഇതൊക്കെ എന്താണ്? റിലീജിയൻസ് ആണ്. പക്ഷെ ജാതി എന്ന് പറയുന്നത് സബ് കാസ്റ്റ് ആണ്, സബ് ഡിവിഷൻ ആണ്. സബ് കാസ്റ്റ് അല്ല, സബ് ഡിവിഷൻ ആണ്. മതത്തിൽ തന്നെ പലതരം ജാതി. ഹിന്ദു ഇറ്റ്സ് എ റിലീജിയൻ, ബട്ട് ഇറ്റ്സ് സബ് ഡിവിഷൻ ഓഫ് ഹിന്ദു ഈസ് ആശാരി, പിന്നെ എന്താ പറയാ, ഈ പലതരം ജാതികൾ. മരത്തിൽ പണിയെടുക്കുന്ന ആൾക്കാര്, പിന്നെ കലമുണ്ടാക്കുന്ന ആൾക്കാര്, പിന്നെ എന്താ പറയാ വിശ്വകർമ്മ, അങ്ങനെ ഹിന്ദുവിൽ തന്നെ പല കാസ്റ്റുകളുണ്ട്.
ഓക്കെ. ഹിന്ദുവിൽ തന്നെ പല, അപ്പൊ റിലീജിയനും കാസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ 10,000 കാസ്റ്റ് ആണ് ഇവിടെ. There are thousands of such ജാതി. Each is distinctive rules and customs and model of government. ഓരോന്നിനും ഓരോരോ റൂൾസ് ആൻഡ് എന്തുണ്ട് കസ്റ്റംസ്, ആചാരങ്ങൾ. ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് വേർഡ് ആണ് കസ്റ്റം. ഓക്കെ, കസ്റ്റം. ഈ കാസ്റ്റിൽ വരുന്നതാണ് എന്ത് കസ്റ്റം. ഈ കസ്റ്റം എന്ന് പറയുന്നത് ആചാരങ്ങളാണ്, ആചാരാനുഷ്ഠാനം. ഇപ്പം ഹിന്ദുക്കളിൽ തന്നെ ഈ എന്താ പറയാ കാർപ്പന്റേഴ്സ് ആണെങ്കിൽ വിശ്വകർമാസ് ഒക്കെ പറഞ്ഞത് അവർക്ക് ഓരോ ആചാരങ്ങളിൽ അധിഷ്ഠിതമാണ് അല്ലെ. അതായത് കസ്റ്റംസ് ആൻഡ് മോഡൽസ് ഗവൺമെന്റ്. ഇൻ ദ ടേം വർണ്ണ മീൻസ് കളർ. ancient sometime ഹിന്ദു സൊസൈറ്റി ദ ബ്രാഹ്മൺ. കാരണം ഇതിലുള്ള ചാതുർവർണ്ണയൊക്കെ ഇവിടെയാണ് നമ്മൾ പരാമർശിക്കപ്പെടുന്നത്. ചാതുർവർണ്ണാസ്, അത് 4 വർണ്ണാസ് ആണ് ചാതുർവർണ്ണ. ക്ഷത്രിയ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, 4 വർണ്ണാസ്. ഈ വർണ്ണാസിൽ ഓരോരോ ആചാരക്രമങ്ങളൊക്കെ പറയുന്നത് ബ്രാഹ്മൺസിന്റെ ആചാരക്രമമല്ല ക്ഷത്രിയക്കുള്ള കസ്റ്റംസ് അല്ല ആർക്കുള്ളത് ശൂദ്രർക്ക്, ശൂദ്രയുടെ കസ്റ്റംസ് അല്ല ആർക്കുള്ളത് വൈശ്യർക്ക്. കസ്റ്റംസ് ഒക്കെ വിഭിന്നമാണെന്ന് പറയുന്നു. ദ പ്രീസ്ലി ലേൺ ക്ലാസ് ഓഫ് ക്ഷത്രിയ ദ വാരിയേഴ്സ് ഓഫ് റൂളേഴ്സ് അല്ലെ. അതായത് ക്ഷത്രിയർ എന്ന് പറയുന്നത് പട്ടാളക്കാരാണ്, വാരിയേഴ്സ് ആണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതത്തിൽ നിൽക്കുന്ന ആളുകളാണ്. ശൂദ്രാസ് ഏറ്റവും താഴെയിൽ നിൽക്കുന്നത്, അതിന്റെ ഇടയിലുള്ള ആളാണ് വൈശ്യ. അവർ മെർച്ചൻസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യൻ കാറ്റഗറി. ശൂദ്രാസ് വേർ അൺടച്ചബിൾസ്, അതായത് തൊട്ടുകൂടായ്മ എന്നുള്ള ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, അതായത് ഏറ്റവും താഴെയുള്ള കാസ്റ്റ് ആണ് ശൂദ്രാസ്. ഓക്കെ. പഞ്ചമാസ്, 5th division, who perform the most menial task. M.N. Srinivas also debate the question of rigidity of M.N. Srinivasനെ പോലെ സോഷ്യൽ റിഫോമേഴ്സ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇറ്റ്സ് എ റിജിഡിറ്റി ഓഫ് കാസ്റ്റ്. ഈസ് ആൻ എത്നോഗ്രാഫിക് സ്റ്റഡി ഓഫ് കൂർഗ്, സൗത്ത് ഇന്ത്യ, ഒബ്സർവ്ഡ് എ കൺസിഡറബിൾ ഫ്ലെക്സിബിലിറ്റി മോഡ്. അതായത് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു കാസ്റ്റ് ആണ് കൂർഗ്. അവരുടെ കസ്റ്റംസും റിലീജിയൻസും ഒക്കെ, അവരുടെ ഒരു ബിലീഫ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. Especially in the middle region of hierarchy, it was always possible for groups born on the lower caste of rise a higher position to adopting vegetarianity varna system. Okay. S.V. Kedkar believes hereditary membership of endonymy of the caste, organic structure of relation. Caste ന്റെ ഒരു പ്രത്യേകത, ഇറ്റ്സ് an organic section ആണ്, organic. അതായത് അവരുടെ പാരമ്പര്യം, ഈ കാസ്റ്റിലെ പല ആചാര കസ്റ്റംസും എങ്ങനെ കിട്ടുന്നതാണ്, പാരമ്പര്യത്തിലും ആചാരത്തിലും അനുസൃതമായിട്ടാണ്. കാരണം ഒരു കാസ്റ്റിലുള്ള ഒരു കുട്ടി ജനിച്ചെങ്കിൽ പിന്നീട് ആ കുട്ടി വളർന്നത് വിവാഹം കഴിക്കുന്നതും ആചാരക്രമം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ 28 കെട്ട്, നൂൽക്കെട്ട് ചടങ്ങ്, ബർത്ത്ഡേ അല്ല, പൊതുവെയുള്ള ആചാരം പേഴ്സണൽ, അതായത് ആ ഒരു കാസ്റ്റിന്റെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കസ്റ്റംസിൽ പെട്ടെന്ന് ഇമ്പോർട്ടൻസ് എന്താണ്, വിവാഹമാണ്. വിവാഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാ കാസ്റ്റിലും ഒരേപോലെ അല്ല. ഓക്കെ. ഹിന്ദു റിലീജിയനിലെ പലതരം കാസ്റ്റുകളുണ്ട്. ഓരോരോ കാസ്റ്റിലും ഓരോരോ കസ്റ്റംസ് ആണ്. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഡിഫറൻസിയേഷൻ ആൻഡ് ചേഞ്ച് ഇൻ ദ കാസ്റ്റ് സിസ്റ്റം, കാസ്റ്റ് ഓഫ് മാരേജ് ആൻഡ് മൈഗ്രേഷൻ, ചേഞ്ച് ഓഫ് ഒക്കുപേഷൻ. ഓരോ കാസ്റ്റിനും എന്തുകൊണ്ട് ഒക്കുപേഷൻ ചേഞ്ചസും ഉണ്ട്. ഓരോ ഒക്കുപേഷൻ ചേഞ്ചിനനുസരിച്ചാണ് അവിടെ കാസ്റ്റും കാസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് പോയിന്റ് ട്രൈബ്സ് അല്ലെ. The tribal population of the world, most of tribal people in India live highly forested, remote and അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാഗം തന്നെയാണ്. ട്രൈബൽ അവർ താമസിക്കുന്നത് എവിടെയാണ്, ഫോറസ്റ്റഡ് ഏരിയയിൽ താമസിക്കുന്നത് ട്രൈബ്സ്. ഇറ്റ്സ് എ റിമോട്ട് ആൻഡ് ഐസൊലേറ്റഡ് ലാൻഡ്സ്കേപ്പ്. ട്രൈബൽ പീപ്പിൾ ഇന്ത്യ ഹൈലി ഫോറസ്റ്റഡ്, റിമോട്ട് ഓഫ് സോഷ്യൽ, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസ് വല്ലാതെ ഇൻക്ലൂഡ് ആവാതെ അവിടെ മാത്രം ലോകത്ത് ഫോറസ്റ്റ് ഏരിയയിലാണ് അധികം ട്രൈബ്സ് താമസിക്കുന്നത്. അവർക്കും അവരുടേതായ കാസ്റ്റ്. നമ്മൾ കാസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ആര് പറയുന്നത്, ട്രൈബ്സ്. ഓക്കെ. ഈ ട്രൈബ്സിന് എന്തുണ്ട്, വ്യത്യസ്ത കസ്റ്റംസ് ആണ്, അവരുടെ ആചാരക്രമങ്ങൾ, അവർക്ക് ലീഡേഴ്സ് ഉണ്ടാവും. നമ്മുടെ സിലബസിൽ പല സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മൾ പല ഭാഗത്ത് പല പാർട്ടുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രൈബിനെ പറ്റി നമുക്ക് എസ്സേ പ്രതീക്ഷിക്കാം കേട്ടോ. ട്രൈബ്സ് ഏരിയനെ പറ്റി എസ്സേ ഉണ്ടാവും, അതെന്തായാലും കമ്പൽസറി ആയിട്ട് നോക്കുക. അപ്പൊ ട്രൈബ്സ് ഫോറസ്റ്റ് ഏരിയയിൽ അവരുടെ കസ്റ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാസ്റ്റ്, ട്രൈബ്സ്, റിലീജിയൻ, വില്ലേജ് ഇന്ത്യ ആ ബുക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു റിട്ടേൺ ചെയ്തതും M.N. ശ്രീനിവാസ് ആണ്. വില്ലേജ് ആണ് നമ്മുടെ സ്മോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ.